വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് റെസിപ്പിയുമായിട്ടാണ്. ക്രിസ്മസിന് എല്ലാ വിഭവം പോലെ തന്നെ പ്രധാനമാണ് കട്ട്ലറ്റ്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഫിഷ് കട്ട്ലറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 250 ഗ്രാം വെള്ള മോദയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. കണ്ടല്ലോ, തീരെ പൊടിപൊടിയായിട്ട് വേണം അരിഞ്ഞത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക്. പിന്നെ പൊട്ടറ്റോ പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചേക്കുന്നത്. ഇത് ഒരു വലിയ കിഴങ്ങാണ്. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഈ മീനൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് ഇതൊരിച്ചിരി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, അത്ര തന്നെ ഇച്ചിരി 1/4 ടീസ്പൂൺ ഗരം മസാല, ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ ഇതങ്ങ് കല്ല് പോലെ ആയിപ്പോവും. ഇതൊന്ന് ഏകദേശം ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്യുക. അതിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പം ഈ മീൻ കഷ്ണങ്ങൾ പൊടിയുന്നൊരു പരുവമാവും. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാവം. കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കര ഹാർഡായിപ്പോവും. പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഇത് പൊടിച്ചെടുക്കാം. കണ്ടല്ലോ, മീൻ കഷ്ണങ്ങളെല്ലാം നമ്മളിതുപോലെ കൈകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ സവോള, 2 സവോളയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്, ഇതേപോലെ കൊത്തി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അതിനുശേഷം പിന്നെ അതിലോട്ട് ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത്ര തന്നെ 1/4 ടീസ്പൂണോളം പെപ്പർ, പിന്നെ ഗരം മസാല നമ്മളൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് കുറേശ്ശെ ഒരു വലിയ കിഴങ്ങാണ് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നത്. നമ്മളിത് നന്നായിട്ടൊന്ന് ഇത്രയും മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കിഴങ്ങ് കൂടിക്കഴിഞ്ഞാൽ കട്ട്ലറ്റിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിഴങ്ങ് ചേർത്ത് കൊടുക്കാവൂ. നമ്മൾ ഇതിനകത്ത് ഒരു ഫുൾ കിഴങ്ങ് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് മൊത്തം ഇതിനകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഈ കട്ട്ലറ്റിന് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു മുട്ടയുടെ ഉണ്ണി, കണ്ടല്ലോ, പുഴുങ്ങി വെച്ചിരുന്ന ഒരു മുട്ടയുടെ ഉണ്ണി നമ്മളിതിനകത്തോട്ട് പൊടിച്ച് ചേർക്കുക. കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് ഇളക്കുക. ഇതാകുമ്പം നമ്മുടെ കംപ്ലീറ്റ് കട്ട്ലറ്റിനുള്ള കൂട്ടെല്ലാം റെഡിയായി. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബോൾ ചെയ്യണം. ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കണം. അങ്ങനെ ബാക്കി എല്ലാ കട്ട്ലറ്റിനുള്ള ബോൾസും ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കി വറുത്തെടുത്താൽ നമ്മുടെ കട്ട്ലറ്റ് റെഡിയാകും. ഇപ്പം നമ്മുടെ കട്ട്ലറ്റിനുള്ള ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു 2 മുട്ട എടുത്ത് കുറച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് നോർമൽ ബ്രെഡ് ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ജസ്റ്റ് ചൂടാക്കിയൊന്നുമില്ല. ഇതേപോലെ ഒരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് മുട്ടയ്ക്കകത്ത് മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു കട്ട്ലറ്റിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഞാൻ ഒരുപാട് വലിയ ബോളുകളല്ല കട്ട്ലറ്റിന് വേണ്ടി എടുത്തേക്കുന്നത്, ചെറുതാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരാവശ്യമേ ഉള്ളൂ. ഇതുണ്ടല്ലോ, ഈ ഒരു പരുവത്തിനാണ് ഞാൻ ബോളുകൾ എടുത്തേക്കുന്നത്. അപ്പം ബാക്കിയും അതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിനുള്ള ബോൾസ് എല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിലും മുട്ടയിലും ഒക്കെ മുക്കി എല്ലാം നല്ല സെറ്റാക്കി റെഡിയാക്കി വെച്ചേക്കുവാണ്. കണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. അപ്പോൾ കട്ട്ലറ്റ് വറുക്കാനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ കട്ട്ലറ്റ് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വൺ സൈഡ് ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ കംപ്ലീറ്റ് മുങ്ങിക്കിടക്കാത്ത രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഡീപ് ഫ്രൈ ചെയ്ത് വേണേലും എടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കി കട്ട്ലറ്റ് കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മളിനി അടുത്ത ഒരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.